ആദ്യം തന്നെ കണിക്കൊന്നയുടെ പൂവാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്നത്. ഒരു 2 mm ഹുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വളരെ തിന്നായിട്ടുള്ള നൂലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടിയും കട്ടിയുള്ള നൂല് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഹുക്ക് 2 mm ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മാജിക് റിംഗ് ആണ് ചെയ്യുന്നത്. മാജിക് റിങ്ങിൻ്റെ അകത്ത് നമുക്കൊരു 5 സിംഗിൾ ക്രോഷയാണ് ആവശ്യമുള്ളത്. 1 2 3 4 5 സിംഗിൾ ക്രോഷേ ആയിട്ടുണ്ട്. ഇത് ചെറിയ നൂലായതുകൊണ്ട് നമുക്കിത് അറിയില്ല എത്രയായി എന്നുള്ളത്. അപ്പോൾ ഒന്ന് പുറത്തു കൂടെ ഒന്ന് എണ്ണി നോക്കാം. പിന്നെ മാജിക് റിങ് പതുക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം. നൂല് വലിക്കുമ്പോൾ പതുക്കെ വലിക്കണം. അധികം ടൈറ്റാക്കി വലിച്ചാൽ ഇപ്പോൾ അത് പൊട്ടിപ്പോരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ സിംഗിൾ ക്രോഷയുടെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് മാജിക് റിങ് ക്ലോസ് ചെയ്തെടുക്കുകയാണ്. ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് നമ്മളിനി ചെയ്യുന്നത്. ഇനി ഈ സ്റ്റിച്ചിൽ കൂടെ തന്നെയാണ് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഒരു 5 ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. 1 2 3 4 5 ചെയിൻ സ്റ്റിച്ചുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ച് മുതൽ നമുക്ക് സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു 4 സിംഗിൾ ക്രോഷേ കിട്ടും. 1 2 3 4 സിംഗിൾ ക്രോഷേ ഉണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിൽ കൂടെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് വേണ്ടത്. അടുത്ത സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് എന്നിട്ട് ചെയ്യേണ്ടത്. വീണ്ടും ആ സ്റ്റിച്ചിൽ കൂടെ തന്നെ 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റിച്ചിനെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. ഒരു 4 സിംഗിൾ ക്രോഷയാണ് പിന്നീട് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് റിപ്പീറ്റായിട്ട് ചെയ്യണം. അങ്ങനെ ഒരു 5 തവണയാണ് ടോട്ടലായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത സ്റ്റിച്ചിൽ നോക്കി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നു. വീണ്ടും ഇതുപോലെ തന്നെ 5 ചെയിൻ സ്റ്റിച്ചും പിന്നെ വീണ്ടും 4 സിംഗിൾ ക്രോഷേ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഒരു 3 എണ്ണം കൂടിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ബേസായി വരും. കണ്ടോ? അപ്പോൾ ഞാനിവിടെ 5 എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഈ നടുവിൽ വരുന്ന ഒരു സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അതായത് 2 പെറ്റൽസിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്പേസിലും നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ വീതമാണ് ചെയ്യേണ്ടത്. ഇത് നൂല് വളരെ തിന്നായിട്ട് നൂലായതുകൊണ്ടാണ് നമുക്ക് സ്റ്റിച്ച് ശരിക്കും കാണാത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റിച്ച് നോക്കി ചെയ്യുക. ഓരോ സൈഡിലും നമ്മൾ 4 സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്തത് കൊണ്ട് 4 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിലും സ്റ്റിച്ചുകൾ കണ്ടുപിടിച്ച് അതിൽ കൂടെ ഹാഫ് ഡബിൾ ക്രോഷയാണ് ഇനി ചെയ്യാനുള്ളത്. ഈ പൂവിൻ്റെ പെറ്റലിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അറ്റത്ത് വരുമ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരാത്തത്. നോർമലായി തന്നെ എല്ലാ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷേ വീതം നമുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ സൈഡിലും 4 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക്
നടുവിൽ വരുന്ന സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. 2 പെറ്റൽസിൻ്റെ നടുവിൽ വരുന്നതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇനി ബാക്കിയുള്ള 4 പെറ്റൽസിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 5 എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 പ്ലേഡ് അല്ലെങ്കിൽ 5 പ്ലേഡ് യാണൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ 2 mm ഹുക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, എങ്കിലാണ് നമുക്കൊരു ചെറിയ ഷേപ്പിൽ കിട്ടുന്നത്. വലിയ ഹുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൂവിന് വലിപ്പം കൂടുതലായിട്ട് വരും. ഇതിലും ചെറിയ ഹുക്ക് കിട്ടുമെങ്കിൽ അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ട് വരുന്നത്. ഇത് ഞാനൊരു വളരെ റേറ്റ് കുറഞ്ഞൊരു 10 രൂപയുടെ നൂലുമ്മലാണ് ചെയ്യുന്നത്. അത് വളരെ തിന്നായ നൂലായതുകൊണ്ടാണ് നമുക്ക് സ്റ്റിച്ചസ് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാത്തത്. കണ്ടോ, അപ്പോൾ നമുക്ക് 2 പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടിട്ട് ഇതുപോലെ തന്നെ ബാക്കി 3 എണ്ണത്തിലും കൂടെ ചെയ്തെടുക്കുക. അവസാനം വരുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ നടുവിൽ വരുന്ന സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 2 യാണുകളെല്ലാം സെക്യൂർഡാക്കി വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറാണ്. ഒരു കണിക്കൊന്നയുടെ ഉള്ളിൽ അധികം വിരിയാത്തതും വിരിഞ്ഞതൊക്കെ ആയിട്ടുള്ള പല ടൈപ്പിലുള്ള പൂക്കളുണ്ടായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് വിരിയാത്തൊരു തരത്തിലുള്ള പൂവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ പെറ്റൽസിൻ്റെയും ഇടയിലുള്ള വി പോലെയുള്ള ഷേപ്പിൽ നമുക്ക് കുറച്ച് ഗ്ലൂ തേച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് കൂമ്പിയിരിക്കുന്ന പോലെയാവും. അപ്പോൾ നമുക്ക് അധികം വിരിയാത്തൊരു ഫ്ലവറും കൂടെ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കണിക്കൊന്നയിൽ ഒരു 10 ഫ്ലവറാണ് ടോട്ടലായിട്ട് ചെയ്തേക്കുന്നത്. അതിലൊരു 5 എണ്ണം മുഴുവനായിട്ടും വിരിഞ്ഞതും 5 എണ്ണം കുറച്ച് ഇങ്ങനെ കൂമ്പിയിരിക്കുന്ന ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കിനി ഫ്ലവറിൻ്റെ സേപ്പലാണ് വേണ്ടത്. ഈ പൂവിൻ്റെ അടിയിൽ വരുന്ന ആ ഭാഗമില്ലേ, അതാണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. ഗ്രീൻ കളറിലുള്ള യാണാണ് എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു മാജിക് റിംഗ് ആണ് ചെയ്യുന്നത്. മാജിക് റിങ്ങിനകത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഒരു 5 സിംഗിൾ ക്രോഷയാണ് ചെയ്യാനുള്ളത്. 1 2 3 4 5 സിംഗിൾ ക്രോഷ ചെയ്തിട്ടുണ്ട്. ഇനി മാജിക് റിങ് ക്ലോസ് ചെയ്യാം. നൂല് പതുക്കെ പിടിച്ച് വലിക്കണം, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് തിന്നായ നൂലായതുകൊണ്ടാണ്. അതിനുശേഷം അതിൽ ആദ്യത്തെ സിംഗിൾ ക്രോഷ കണ്ടുപിടിക്കുന്നു. അതിനകത്ത് കൂടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് വേണ്ടത്. ഓക്കെ, അടുത്ത റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടുന്നു. ഇനിയൊരു ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ആ സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെയാണ് നമ്മളൊരു ഡബിൾ ക്രോഷ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം വീണ്ടും ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടുന്നു. അടുത്ത സ്റ്റിച്ചിൽ കൂടെ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് വേണ്ടത്. അതിൻ്റെ ഇടയിലുള്ള വീഡിയോ മിസ്സായി പോയതാണ്. ഇനി നമുക്ക് സേപ്പൽ കഴിഞ്ഞ കണിക്കൊന്നയുടെ അറ്റത്ത് വരുന്ന മുട്ടുകളാണ് വേണ്ടത്. അത് കുറച്ചൊക്കെ മഞ്ഞ കളർ മുട്ടും ഉണ്ടാവും, ചിലതൊക്കെ ഗ്രീനും ആയിരിക്കും ഉണ്ടായിരുന്നത്. അതുണ്ടാക്കാൻ വീണ്ടും നമ്മളൊരു മാജിക് റിംഗ് ആണ് ചെയ്യുന്നത്. ഈ യെല്ലോ കളറാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിരിയാറായതാണ്, അപ്പോൾ ഇത്തിരി വലിപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു.
അതിനുശേഷം നമുക്ക് ഒരു ട്രിപ്പിൾ ക്രോഷയാണ് വേണ്ടത്. അതിൽ 2 തവണയാണ് നമുക്ക് പുൾ ത്രൂ ചെയ്യേണ്ടത്. മൂന്നാമത്തെ തവണ പുൾ ത്രൂ ചെയ്യാതെ യാണിനെ ഹുക്കിൽ തന്നെ കീപ്പ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഒരു 6 ട്രിപ്പിൾ ക്രോഷയാണ് വേണ്ടത്. അതിൽ 2 തവണ മാത്രം പുൾ ത്രൂ ചെയ്യുന്നു. മൂന്നാമത്തെ യാണ് ഹുക്കിൽ കീപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു 6 ട്രിപ്പിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എല്ലാ യാണുകളും ഓരോന്ന് വീതം ഹുക്കിലുണ്ട്. ഇനി നമുക്ക് മാജിക് റിങ് അങ്ങ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് എല്ലാ ലൂപ്പിൽ കൂടിയും ഒന്നിച്ച് നമുക്ക് ഹുക്കിനെ വലിച്ചെടുക്കുന്നു. ചെയിൻ സ്റ്റിച്ച് ഇടുന്നു. ഇനി ഒരു 4 ചെയിൻ സ്റ്റിച്ചും കൂടെ വേണം. ഇനി മാജിക് റിങ് ക്ലോസ് ചെയ്ത ആ ഒരു സ്പേസ് ഉണ്ട്, അതിൽ കൂടെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് യാൺ കട്ട് ചെയ്ത് ഹുക്കിനെ വലിച്ചെടുക്കാം. ഇനി ഇതൊരു മുട്ടാണല്ലോ, അപ്പോൾ അത് കുറച്ചും കൂടി ഇതൊരു പഫായിട്ടല്ലേ ഇരിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ബാക്കി വന്ന യാണുകളെല്ലാം ആ ഒരു നടുവിൽ വരുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിനുള്ളിൽ കൂടെ അകത്തേക്ക് കയറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇപ്പോൾ 2 സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് കുറച്ച് ഗ്ലൂ ആക്കി 2 സൈഡും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ വരുന്ന പോളനാണ് ചെയ്യാനുള്ളത്. അത് ഞാനൊരു വളരെ തിന്നായിട്ടുള്ള കമ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അറ്റത്ത് ഗ്ലൂ തേച്ച് നമുക്ക് നൂല് ചുറ്റിയെടുക്കണം. പോളൻ്റെ അറ്റത്ത് കുറച്ച് കട്ടി ഉണ്ടാവും, താഴേക്ക് തിന്നായിട്ടാണ് വരുന്നത്. അപ്പോൾ തുമ്പത്ത് നൂല് ചുറ്റുമ്പോൾ കുറച്ച് കട്ടിയിൽ വേണം നൂല് ചുറ്റാനായിട്ട്. കുറച്ച് അധികമൊന്നും ആവരുത്. പിന്നെ താഴോട്ട് വളരെ തിന്നായ രീതിയിൽ വേണം ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ പൂവിൻ്റെ ഉള്ളിലും ഒരു ഗ്രീൻ കളറിലുള്ള പോളനും പിന്നെ ഒരു 2 യെല്ലോ കളറിലുള്ള പോളനുമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞാനിവിടെ 10 ഫ്ലവർ ചെയ്തത് കൊണ്ട് തന്നെ ഒരു 10 ഗ്രീൻ കളറിലുള്ള പോളനും 20 യെല്ലോ കളറിലുള്ള പോളനുമാണ് നമുക്കിപ്പോൾ ചെയ്തെടുക്കാനുള്ളത്. ഇനി നേരത്തെ ഞാൻ മുട്ട ഉണ്ടാക്കിയിരുന്നു. അതിനകത്ത് യെല്ലോ കളർ മുട്ടാണെന്നുണ്ടെങ്കിൽ 6 തവണയാണ് നമുക്ക് ട്രിപ്പിൾ ക്രോഷേ ചെയ്യേണ്ടത്. ഇനി ഗ്രീൻ കളറാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമുക്കൊരു 4 തവണ ട്രിപ്പിൾ ക്രോഷേ ചെയ്താൽ മതിയാകും. കാരണം ഏറ്റവും താഴെ വരുന്ന മുട്ടുകൾക്കൊക്കെ വലിപ്പം കുറവായിരിക്കും, മുകളിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി വലുതായിട്ട് തോന്നുന്നത്. ഏകദേശം ഒരു വലിപ്പം നോക്കി കഴിഞ്ഞാൽ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. അതായത് തീയുടെ അടുത്ത് കാണിക്കാം മെഴുകുതിരി കത്തിച്ചിട്ട്, പക്ഷേ ഒരുപാട് അടുത്തേക്ക് കാണിക്കാൻ പാടില്ല. കുറച്ച് നീക്കി പിടിച്ച് കാണിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പുറത്തേക്ക് വലിഞ്ഞു നിൽക്കുന്ന നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി ക്ലിയറായിട്ട് കിട്ടും. ഇനി നമുക്കിത് ഫ്ലവറിൽ ജോയിൻ ചെയ്യിക്കാം. 3 പോളനും കൂടി നമുക്ക് ഒന്നിച്ച് ചുറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 2 എണ്ണത്തിൻ്റെ നമുക്ക് കമ്പീനെ കട്ട് ചെയ്ത് കളയാം. ഒരെണ്ണം മതിയാവും, കാരണം ഇത് കുറച്ചിങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെയുള്ളതാണ് ഫ്ലവർ എന്ന് പറയുന്നത്. കമ്പി അധികമായി കഴിഞ്ഞാൽ കനം കൂടുതലായിട്ട് വരും. ഇനി നമുക്ക് ഫ്ലവറിനെ അതിനകത്തേക്ക് കയറ്റി വയ്ക്കാം. നമ്മൾ നടുവിൽ നമ്മുടെ മാജിക് റിങ് ക്ലോസ് ചെയ്ത ഒരു ഹോൾ ഉണ്ടായിരിക്കും, അതിനകത്ത് കൂടെ കമ്പി കയറ്റാം. ഇപ്പോൾ പൂവിൻ്റെ ഉള്ളിൽ പോളൻ ശരിക്കും നിൽക്കുന്നുണ്ട്.
അടുത്ത പ്രോസസ്സ് പൂവിൻ്റെ താഴെ നമുക്ക് സേപ്പൽ വെക്കണം. അതിനും മാജിക് റിങ്ങിൻ്റെ സെയിം ഹോളിൽ കൂടെ തന്നെയാണ് കമ്പി കടത്തേണ്ടത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്ലൂ തേച്ച് ആ ഒരു സേപ്പലിനെ ഫ്ലവറിൻ്റെ താഴെ നമുക്കൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇനി താഴെ വരുന്ന പൂവിൻ്റെ തണ്ടിലും നമുക്ക് ഗ്രീൻ കളറിലുള്ള യാൺ വെച്ച് ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ ഫ്ലവറും ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ മുട്ടുകൾ ചെയ്തിട്ടുണ്ട്. മുട്ടുകളും ഇതുപോലെ തന്നെ ചെറിയ ഒരു തിന്നായിട്ടുള്ള കമ്പി എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ അറ്റത്ത് മുട്ടിനെ ഒട്ടിച്ച് വയ്ക്കുന്നു. താഴോട്ട് നമുക്ക് ഗ്രീൻ കളറിലുള്ള യാൺ വെച്ച് അതിൻ്റെ തണ്ടിനെ ചുറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി 9 എണ്ണം ശരിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിന് അസംബിൾ ചെയ്യാം. ഒരു തിന്നായിട്ടുള്ള കമ്പി തന്നെ കുറച്ച് നീളത്തിലെടുക്കുന്നു. അതിൻ്റെ അറ്റത്ത് വെച്ചിട്ടാണ് നമുക്ക് ആദ്യത്തെ ഗ്രീൻ കളറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം പൂവിൻ്റെ താഴെ വരുന്നൊക്കെ ഒരു ഗ്രീൻ കളറിലുള്ള മുട്ടുകളായിരിക്കും. പിന്നെ മുകളിലേക്ക് യെല്ലോ കളർ വരും. പിന്നെ കുറച്ച് വിരിയാത്ത ഫ്ലവർ, പിന്നെ മുകളിലേക്ക് നല്ലതുപോലെ വിരിഞ്ഞ ഫ്ലവറായിട്ടാണ് വരാറുള്ളത്. അപ്പോൾ നമുക്ക് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഗ്ലൂ തേച്ച് ഗ്രീൻ കളറിൽ യാൺ വെച്ച് നമുക്ക് ചുറ്റി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്കായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് സ്റ്റിക്ക് ചെയ്യലും അതുപോലെ വീഡിയോ എടുക്കലും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് കാണിക്കുന്നില്ല. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് കാണിച്ചു തരാം. എക്സ്ട്രാ വരുന്ന കമ്പികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒരുപാട് തിക്കായിട്ട് നമുക്ക് ആവശ്യമില്ല. കണ്ടോ, ഇപ്പോൾ ആദ്യത്തെ മുട്ട് വെച്ച് അതിൻ്റെ കുറച്ച് താഴെയായിട്ട് വേണം അടുത്തത് വരാനായിട്ട്. ഗ്ലൂ ആക്കി കുറച്ച് സെക്യൂർ ആക്കി വെച്ചിട്ട് വേണം നമുക്ക് നൂല് ചുറ്റാനായിട്ട്. അതിനുശേഷം എക്സ്ട്രാ നിൽക്കുന്ന കമ്പികൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.